അസ്സലാമു നമസ്കാരം, ഞാൻ മജീദാണ്. അപ്പോൾ ഞാനൊരു പുതിയ സൈക്കിൾ ഓടിച്ചിട്ടോ, ഇത് കണ്ടില്ലേ? അപ്പോൾ പുതിയ സൈക്കിൾ ഓടിച്ചു. ആ സൈക്കിൾ ഓടിച്ചിരിക്കുന്നത് ഈ കടയിൽ നിന്നാണ്, ഈ കാണുന്ന ഈ കടയിൽ നിന്നാണ്. കാരണം ഇവിടുന്ന് എനിക്ക് ചെറിയ പൈസക്ക് ഈ കടൻ്റെ ഓണർ എനിക്ക് പിന്നെ സൈക്കിൾ തന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ മേടിച്ചാൽ കാരണം പറഞ്ഞാൽ എനിക്ക് പണിസ്ഥലത്ത് നിന്ന്, ഞാൻ അപ്പോൾ തേപ്പിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന ആളാണല്ലോ, പണിസ്ഥലത്ത് നിന്ന് എനിക്ക് കണ്ണ് ഇർട്ട് അടിച്ചിട്ട്, കാരണം ഒരു പെരൻ്റെ ടോപ്പ് തന്നെ തേക്കുന്നു. അപ്പോൾ പിന്നെ വെയിലുണ്ടാക്കാരം എന്താ അറിയില്ല എന്ന് വെച്ചാൽ അതിൽ കണ്ണ് ഇർട്ട് അടച്ചിട്ട് 3 പ്രാവശ്യം വെച്ചാൽ ഇരുന്ന് നീക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുക. അതിൽ നാലാം വട്ടം ഉണ്ടായപ്പോൾ അത് ഒന്ന് കൂടി. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ബോധം കെട്ട് പോകണം. അതിൽ പിന്നെ ഞാൻ ആസ്പത്രിക്ക് പണി കയറിയിട്ട് ആസ്പത്രിക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് രക്തക്കമ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ശരീര വെയിറ്റ് പറഞ്ഞാൽ 100 കിലോ ഉണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ നല്ലോണം ഭക്ഷണം തിന്നലുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും തിന്നണ മാതിരിയാണ് ഞാനും തിന്നൽ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തൊട്ട് തന്നെ ശരീരം കുറയണില്ല, ശരീരം എപ്പോഴും ഈ 100 വെയിറ്റിൽ നിൽക്കുകയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞാണ്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളൊരു സൈക്കിൾ മേടിക്കും, സൈക്കിൾ മേടിച്ചിട്ട് പണിക്ക് കുറച്ച് മാസം സൈക്കിളുമേ പോകാൻ പറഞ്ഞു. ഇത് ഞാൻ വെറുതെ അറിയില്ല, ഡോക്ടർ എന്നോട് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കിൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ 2 ഇനി മേലാൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന വർക്ക് ഉണ്ടല്ലോ, അത് വീഡിയോ എടുത്തുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടൂല, അത് നിർത്തി. കാരണം നമ്മൾ ഈ ചെറിയ റേറ്റിന് കഷ്ടപ്പെട്ട് എടുത്തിട്ട് ഒപ്പല്ല പണിക്കാർക്ക് ഞാൻ പോലെ കൂലി കൊടുക്കലുണ്ട്. അതിൽ ചില ആൾക്കാരൊക്കെ ഇനി തൊപ്പി വെച്ച ആൾക്കാരുണ്ട് ചെറിയ റേറ്റിന് എടുത്തിട്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കരാറ് പണി എടുക്കലും ഞാൻ നിർത്തിക്കണം. ഇനി ഏതെങ്കിലും കമ്പനിയിൽ റാഹത്തായിങ്ങാണ്ട് കൂലിപ്പണിക്ക് നിൽക്കുകയാണ്. ഇനി അതിന് 800 കിട്ടിയാലും റാഹത്താണ്. ഏതെങ്കിലും കമ്പനി പോയിക്കാണ്ട് ഒരു തേപ്പിൻ്റെ വർക്ക് ഒരു തേപ്പ് പറയുന്ന ആളാണ്, പാട് പറയുന്ന ആളാണ്, 800 രൂപ കിട്ടിയാലും റാഹത്താണ്. ഇനി അതാണ് എൻ്റെത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എവിടേക്കെങ്കിലൊക്കെ ചെറിയ ഇതിൽ ടൂറൊക്കെ പോയാണ്ട്, എൻ്റെ ഫോൺ ചെറിയ ഫോണാണ്, ഇതുകൊണ്ട് വീഡിയോ എടുത്താണ്ട് ഈ സൈക്കിൾ വേണ്ടി ഇഞ്ചത്. ഇനി ടൂർ പോയാലും പണിക്ക് പോയാലും ഈ സൈക്കിൾ വേണം എൻ്റെ യാത്ര. അപ്പോൾ അങ്ങനത്തെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കട തുറന്നിട്ട് ഇതിൻ്റെ മുന്നത്തെ ടയർ പഞ്ചറാണ്, അപ്പോൾ ഓലെ കാത്തുക്കാണ്, കട തുറക്കാൻ വേണ്ടി കാത്തുക്കാണ്. അപ്പോൾ കട തുറന്നിട്ട് ഈ കടൻ്റെ ഉള്ളത്തെ സൈക്കിളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. കാര്യം കൂടി പറയാൻ മറന്നു എന്ന് വെച്ചാൽ, ഇനി ഞാൻ എൻ്റെ പണിനെ പറ്റിക്കാണ്ട് പണി റേറ്റ് കമ്മിയാണ്, അതാണ് ഇതാണ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് വരില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് സൈക്കിൾ ഓടിച്ചപ്പോൾ ഈ സൈക്കിളിൻ്റെ സീറ്റ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതും ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ചന്തി വരുത്താവും. അപ്പോൾ ഞാൻ നമ്മളെ വലിയ വണ്ടിയില്ലേ, വലിയ വണ്ടീൻ്റെ സൈക്കിൾ സീറ്റിൽ മേടിച്ചുകൊണ്ട് അതിന് ക്ലിയർ ആക്കിക്കാണ്. അതാണ് ഈ സീറ്റ് ഉണ്ടല്ലേ. ഇതുമേ ഇരുന്നാണ്ട് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്, എന്ന് വെച്ചാൽ നമ്മളെ ചന്തി വരുത്താവില്ല. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളും കൂടി കാണിച്ചു തരാം. കാരണം ഒരു ചെറിയ റേറ്റാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ച് കൊടുക്കൽ എൻ്റെ വീഡിയോസ് 100 ആൾ കണ്ടാൽ ആ 100 ആൾ ഇതിനെ പറ്റി അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. കാരണം ഇതിൻ്റെ മുതലാളി ചെറിയ റേറ്റിന് എനിക്ക് സൈക്കിൾ തന്നുകൊണ്ട്. ഓക്കെ. ഈ കട നമ്മളെ പണ്ടത്തെ സവിതാ സിനിമ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റോഡ്. അപ്പോൾ ആ റോഡിലാണ് ഈ കട. അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞ റേറ്റിന് സാധനം കിട്ടും. അപ്പോൾ മുതലാളി വന്ന കാറാണത്. അപ്പോൾ മുതലാളി ചാവിക്ക് വേണ്ടി അപ്പുറത്ത് പോയിക്കാണ്. അപ്പോൾ ഇതാണ് ഈ കടൻ്റെ ഉള്ളത്തെ സൈക്കിൾ. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ തൊട്ടുകൊണ്ട് വലിയവർക്ക് വരെ ഓട്ടാൽ സൈക്കിളുണ്ട്. അപ്പോൾ ഈ കാണാണ് ഈ കടൻ്റെ ഓണർ. എന്ന് വെച്ചാൽ ആൾ ആയിട്ടില്ലെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ റേറ്റിനാണ് ഇപ്പോൾ സൈക്കിൾ തന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം. ഇതേ ഇതൊക്കെ വലിയവർക്കല്ലേ സൈക്കിളാണ്. വെച്ചാൽ ഗിയറുള്ള സൈക്കിളുണ്ട്, ഗിയർ ഇല്ലാത്ത സൈക്കിളുണ്ട്, എങ്ങനത്തെ സൈക്കിളുകളുണ്ട് കുറഞ്ഞ വിലക്ക്. എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണയിൽ ഏറ്റവും വെച്ച് കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന സ്ഥലമാണ് ഈ കട, ഈ സൈക്കിളിൻ്റെ ഷോപ്പ്. ഇനി ഇതിൻ്റെ മുകളിലുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ സൈക്കിളുകൾ. ഇനി വലിയ സൈക്കിൾ ഇവിടെയുണ്ട്. ഏകദേശം പല കമ്പനീൻ്റെ സൈക്കിളുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം കമ്മിയായതുകൊണ്ടെന്ന് പേര് വായിച്ച് തരാൻ അറിയില്ല. അപ്പോൾ ഇതാകണം ഒരു കമ്പനി സൈക്കിള്, ഇതാകണ്. പിന്നെ ഹീറോ അല്ലേ, കുറേ സൈക്കിളല്ലേ പല കമ്പനീൻ്റെ. ഇതാണ് ഹീറോയുടെ സൈക്കിൾ. ഹീറോ പിന്നെ ഞാൻ പണ്ട് തൊട്ടേക്ക് ഹീറോ കമ്പനി വെച്ചാൽ ഹീറോയുടെ ബൈക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഹീറോ എനിക്കറിയാം. പിന്നെ ഞാൻ മേടിച്ച സൈക്കിൾ ഇതാണ്. ഞാൻ മേടിച്ച സൈക്കിൾ ഇതിലെ കമ്പനി ക്രോസ് പ്രോ. കടൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പുതിയ വണ്ടി മേടിച്ചപ്പോൾ ഇത് മുന്നത്തെ വീലാണ്. അപ്പോൾ ഇതിന് കാറ്റ് രസിച്ച് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സൂചി പഞ്ചറിന് മാറി. അപ്പോൾ ഈ പെരൻ്റെ ഓർഡർ അല്ല, ഈ പെരൻ്റെ സോറി ഈ കടൻ്റെ ഓർഡർ എന്താ ചെയ്യുന്നത്, ഒരു ടയറിൻ്റെ പുതിയ ടയറാണ് വെച്ച് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മാറ്റിക്കാണ്ട് പുതിയതാണ് വെച്ച് നിൽക്കുന്നത്.
ഇതും പിന്നെ ഇപ്പോൾ പുതിയതാട്ടോ, കാരണം ഇതിന് സൂചി പഞ്ചറുണ്ട്. അപ്പോൾ ഇതാണ് മാറ്റിക്കാണ്ടാണ് ഇത് വെച്ച് നിൽക്കുന്നത്. അതാണ് ഈ കടൻ്റെ പ്രത്യേകത. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ സവിത സിൽമാളിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈക്കിൾ കട ഉണ്ട്. ഇവിടെ വന്നാൽ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സൈക്കിൾ കിട്ടും. ഓക്കെ.